ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് രസത്തിൻ്റെ റെസിപ്പിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് സാധാരണ രസമല്ല, ഇതിപ്പോൾ ഞാൻ ഇന്നലെ കാണിച്ചല്ലോ, ഒരു ഇൻസ്റ്റൻ്റായിട്ട് എനിക്കൊരു രസ പൗഡർ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ സ്വാമീസ് രസ പൗഡറാണ് ഇത്. അപ്പോൾ അത് വെച്ച് നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഇതിലേക്കായി കുറച്ച് പുളി എടുത്ത് ഞാനിപ്പോൾ ഒന്ന് വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് കുതിരാനാണ്. ഇതപ്പോൾ അതൊന്ന് ഒരു 15 മിനിറ്റ് അപ്പോൾ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഒരു 1.5 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി കറിവേപ്പിലയും മല്ലിയും പിന്നെ ഉലുവ, കടുക്, പിന്നെ ഇത്രയും ഉള്ള ഒരു വെളുത്തുള്ളിയാണ് ആവശ്യം. ഇനി നമുക്ക് ഈ ടൊമാറ്റോ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഈ ഒരു കണക്കിന് ഇപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ 1.5 കപ്പ് വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്ന പൊടിയുടെ കണക്കിനാണ് ഇപ്പോൾ പറയുന്നത്. ഇതിലിപ്പോൾ ഒരു ടീസ്പൂൺ 1.5 ടീസ്പൂൺ അടുപ്പിച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഈ തക്കാളിയുടെ ചേർത്തൊന്ന് നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. ഇനി വെളുത്തുള്ളി കൂടെ ഒന്ന് ചതച്ച് വെച്ചേക്കാം. ഇനി അടുത്ത് ഈ പുളി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ കൊത്തൊക്കെ എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഈ സ്വാമീസ് രസ പൗഡറാണ് ഞാൻ എടുക്കുന്നത്. ഇതിന് ഈ ഒരു ടേബിൾ സ്പൂണാണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിന് 2 സ്പൂണാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. 2 സ്പൂണ് പൊടിയാണ് ഇതിലേക്ക് എടുക്കുന്നത്. ഇനി ഈ പൊടി നമുക്ക് ഈ പുളി വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് കലക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം പുളി നിങ്ങളുടെ ഇത്രയും അല്ലെങ്കിൽ കുറച്ച് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഞാൻ ഇപ്പോൾ ഇത്ര എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഏകദേശം തക്കാളിയൊക്കെ നന്നായിട്ട് മറ്റൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ശകലം നമുക്കൊന്ന് ഉടച്ചൊക്കെ ഒന്ന് കൊടുക്കാം കേട്ടോ. അപ്പം വെന്തതിന് ശേഷം ഇത് ചെയ്യാവൂ. അപ്പോൾ ഏകദേശം വെന്തതിന് ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ രസ പൗഡറിൻ്റെയും പുളിയുടെ വെള്ളം എടുത്ത് നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പക്ഷെ നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കായത്തിൻ്റെ മണമൊക്കെ നമുക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഞാനിപ്പോൾ അതിലൊന്ന് കഴുകി ഒന്ന് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതവിടെ നന്നായിട്ട് ഈ ഒരു കൂട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ, അതുകൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്തിട്ട് വെളുത്തുള്ളി പിന്നെ ഇത്രയാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ കുറയ്ക്കുകയോ കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനൊരു കണക്കില്ല, നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അല്പം മല്ലിയില കൂടെ ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ രസം ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നന്നായിട്ട് വെട്ടി തിളച്ച ശേഷം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിൽ ഇത്തിരി ഒരു 1/2 ടീസ്പൂണ് കടുകും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉലുവയാണ് നമ്മൾ ചേർക്കേണ്ടത്. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒന്ന് പൊട്ടി വരണം നന്നായിട്ട്. അതിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് ഈ എണ്ണയിലോട്ടൊന്ന് ഇറങ്ങണം. അതിനുശേഷം നമുക്ക് ഇത്തിരി കറിവേപ്പിലൂടെ ചേർത്ത് അതുകൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. കറിവേപ്പിലയുടെ മണമൊക്കെ അത് കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഇത് അങ്ങനെ തന്നെ രസത്തിലോട്ടൊന്ന് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് രസം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ആൻഡ് ഓൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.